അങ്ങനെ വീണ്ടും മറ്റൊരു വിഷു കൂടി വന്നെത്തി. ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഞങ്ങളിവിടെ കണിയൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. ഇവിടെ വിഷുവിന് ലീവില്ലാത്തതുകൊണ്ട് അമ്പലത്തിൽ പോയി തിരിച്ച് ലോഗിൻ ടൈം ആകുമ്പോഴേക്ക് എത്തണം. സോ നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയായി വരാം. ഈ സാരി ഞാൻ ബാംഗ്ലൂർ ജോലിക്കായി പോയപ്പോൾ വാങ്ങിയതാണേ. കല്യാണം അടുത്ത ടൈം ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാണ്. പരിചയക്കുറവോടെ വാങ്ങിയോണ്ട് തന്നെ ഇതങ്ങനെ ഒതുങ്ങുന്ന ടൈപ്പല്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡാമേജും ഉണ്ട്. ബട്ട് എന്നാലും ഫസ്റ്റ് സാരി ആയതുകൊണ്ട് ഇറ്റ് ഈസ് സ്പെഷ്യൽ. സോ ആദ്യമേ ബേസിക് സ്കിൻ കെയർ. ഇവിടെ ഭയങ്കര ഡ്രൈയിങ് ആയതുകൊണ്ട് ഞാൻ ഒരു റിപ്പയറിങ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ഞാൻ സെറ്റാഫിലിൻ്റെ ജെൽ ബേസ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മൂക്കിൻ്റെ ഇവിടെയും ചുണ്ടിനും ചുറ്റും നല്ല ഡ്രൈ സ്കിന്നും കവളും നെറ്റിയൊക്കെ ഓയിലി സ്കിന്നുമാണ്. സോ ജെൽ ബേസ്ഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരുമാതിരി എണ്ണ വാരി തേച്ച പോലെയാവും. സൺസ്ക്രീനും ഞാൻ ജെൽ ബേസ്ഡ് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്ന പോലത്തെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നധികം ഔട്ട്ഡോർ പോവാത്തതുകൊണ്ട് ചെറിയ ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ. ഐലൈനർ ഫോർ എവർ ലാക്മേ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ കാലം തൊട്ട് ലാക്മേയുടെ ഈ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ ബിലീവ് മെജോറിറ്റി ഗേൾസിൻ്റെയും ഫേവറേറ്റ് ആവും ഇത്. അയ്യോ, എനിക്ക് ക്യാമറ നോക്കി എഴുതാൻ ഒട്ടും ഇതും കിട്ടുന്നില്ല. ഞാൻ കണ്ണാടി നോക്കി എഴുതിയിട്ട് വരാവേ. സെറ്റ്. നൗ ഫോർ കാജൽ. ഇന്നലെ ഡെലിവർ ആയേ ഉള്ളൂ. മെബലൈൻ്റെ കാജൽ പോലെ ഡാർക്ക് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൽ ആലോവേറ ഒക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാജൽ ഇവിടെ കിട്ടാനില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ അധികം കണ്ണെഴുതാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ തപ്പി ലാസ്റ്റ് 150 രൂപയുടെ സാധനം ഞാൻ 2000 ചില്ലറയ്ക്കാണ് ഓർഡർ ചെയ്യേണ്ടി വന്നത്. ഇതിന്ന് സമയത്ത് ഡെലിവറി ആയില്ലായിരുന്നു, ഞാൻ കണ്ണെഴുതാതെ പോകേണ്ടി വന്നേനെ. ഇനി മുഖത്തെ കുത്തും കോമയൊക്കെ മായ്ക്കാനായിട്ട് കൺസീലർ യൂസ് ചെയ്യാം. എനിക്ക് ലൈഫിൽ ആകെ ഇൻസെക്യൂരിറ്റി അടിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ പിമ്പിൾസ്. അത് മുഖത്തുണ്ട് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. 4 പേര് കൂടുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അടുപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ എല്ലാവരുടെയും മെയിൻ ടോപ്പിക് പിമ്പിൾസ് ആൻഡ് ആക്നെ ആയിരുന്നു എപ്പോഴും. എൻ്റെ പഠിപ്പോ ജോലിയോ എന്നെക്കുറിച്ച് ഒന്നുമേ ചോദിക്കാതെ ആൾക്കാർ വന്ന് നേരെ മുഖത്തെ കുരുവിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല കേട്ടോ. ഞാനൊരു ഫംഗ്ഷന് പോയാൽ അമ്മേനെയും അച്ഛനെയും ഈ ആൾക്കാർ ഉപദേശിച്ച് വിടും. കുറേ ഡോക്ടേഴ്സിൻ്റെ നമ്പർ, മരുന്നുകളുടെ പേര്, മഞ്ഞൾ തേക്കുക, രക്തചന്ദനം തേക്കുക, വേറെ എന്തൊക്കെയോ തേക്കുക എന്ന് പറഞ്ഞ്. പക്ഷേ ക്ലൈമറ്റ് മാറിയപ്പോൾ, സ്ട്രെസ്സ് മാറുമ്പോൾ, ഫുഡ് ഹാബിറ്റ്സ് മാറുമ്പോൾ ഇതൊക്കെ താനെ കുറഞ്ഞും വന്നും പോയും മാഞ്ഞും ഒക്കെ പോകുന്നുണ്ട്. സോ ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ബാക്കി മേക്കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ലിപ്പ് ലൈനർ ഞാൻ എല്ലാ ഷെയ്ഡ്സിൻ്റെയും കൂടെ ബ്രൗൺ ലൈനർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അത് നന്നായി എനിക്ക് സ്യൂട്ടാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇന്നിടുന്ന ലിപ്സ്റ്റിക്കിന് ഒരു ഫണ്ണി സ്റ്റോറി ഉണ്ട്. ലുലു സെയിലിൻ്റെ സമയത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തൊരു ലോങ് ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഫാഷൻ സ്റ്റോറിൻ്റെ കോസ്മെറ്റിക് സെക്ഷനിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അന്ന് ഞാനൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഇട്ടിരുന്നത്. കുറച്ച് പ്രായം ചെന്ന ഒരു ആൻറ്റി റാൻഡംലി എന്നോട് ചോദിച്ചു, ഇങ്ങനത്തെ നിറമൊക്കെ തേക്കുന്നതിന് പകരം നല്ല റോസ് നിറമൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്ത് മൊഞ്ചുണ്ടാവും. ആൾ ഭയങ്കര ജെന്യുവൻ ആൻഡ് ഇന്നസെൻ്റ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ ആ ആൻറ്റീനെയും കൂട്ടി കുറച്ച് ഷെയ്ഡ്സൊക്കെ ട്രൈ ചെയ്തു. മലപ്പുറത്തുനിന്ന് വന്നതാ, ഞങ്ങൾ കുറേ ആളുണ്ട്, കൊച്ചി കറങ്ങാൻ വന്നതാ തുടങ്ങി കുട്ടികളുടെ വിശേഷവും വീട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് കൂട്ടായി. ആദ്യം വാങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവസാനം ഞാൻ ആളുടെ ഇഷ്ടത്തിന് ഈ ഷെയ്ഡ് എടുത്തു. ആൻഡ് 70% ഓഫ് കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഹാപ്പി, ആ ആൻറ്റിയും ഹാപ്പി, സെയിൽസ് ഗേളും ഹാപ്പി. സോ എങ്ങനെയുണ്ട്? മഞ്ചത്തിയായോ? എന്തോ മറന്നല്ലോ. പൊട്ട് കാണാം. ഈ കളർ പൊട്ട് എങ്ങനെയുണ്ട്? കൊള്ളാലേ. എൻ്റെ സ്ഥിര ഐറ്റം ഈ വൈറ്റ് സ്റ്റോൺ പൊട്ടാണ്. ബട്ട് ഇന്ന് സാരി ആയതുകൊണ്ട് കുറച്ച് മാച്ചിങ് കളറൊക്കെ പൊട്ടാവട്ടെ എന്ന് വെച്ചു. കഴിഞ്ഞു. മുടി ഫുള്ള് ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ജട കളഞ്ഞ് കുളിപ്പിനിലിടുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ ഓർഡർ ചെയ്തിരുന്നാലും അത് സമയത്ത് എത്തിയില്ല. സോ ഇത്രയേ ഉള്ളൂ. റെഡി. അയ്യോ, ഒരു മെയിൻ ഐറ്റം മറന്നു. ട്രഡീഷണലായിട്ട് ഒരുങ്ങുമ്പോൾ സിന്ദൂരത്തിൻ്റെ ഭംഗി ഒരു ഹൈലൈറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, പണ്ട് മുത്തപ്പനും പറഞ്ഞിട്ടുണ്ട് തൊഴാൻ പോകുമ്പോൾ സിന്ദൂരം തൊടണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും റെഡി. ഏകദേശം മാച്ചിങ് ഒക്കെ ആയിട്ടുണ്ടല്ലേ. പണ്ട് മുതലേ മുടങ്ങാതെ ഉള്ളൊരു റുട്ടീനാണ് വിശേഷ ദിവസങ്ങളിൽ രാവിലെയുള്ള അമ്പലത്തിൽ പോക്ക്. മിക്ക വർഷങ്ങളും സദ്യ ഉണ്ടാക്കേണ്ട തിരക്ക് പറഞ്ഞ അമ്മ ഇതിൽ നിന്ന് മുങ്ങൂട്ടോ.
ഞാനും അച്ഛനും കണ്ണനും കൂടി പൂർണ്ണത്രേശൻ്റെ അടുത്തും മാന്താറ്റ് ഉണ്ണിക്കണ്ണൻ്റെ അടുത്തും ചിലപ്പോൾ പെരുന്തൃക്കോവിലും തൊഴുതു വരും. അങ്ങനെ പലപ്പോഴും ഉള്ള അമ്പലം വിസിറ്റ്സിലാണ് അച്ഛൻ്റെ കുഞ്ഞിലത്തെ വിഷുക്കാലവും ഓണക്കാലവും മറ്റു പല എക്സ്പീരിയൻസസും ഷെയർ ചെയ്യുക. അതൊക്കെ കേട്ട് ആ കാലമൊക്കെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ പോകാനും ഒരു രസമാണ്. ഇന്ന് രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിന് ചുറ്റും നിറയെ പൂക്കളാണ് കേട്ടോ. അത് കാണുന്ന തന്നെ ഭയങ്കര ഒരു റീഫ്രഷിങ് ഫീലാണ്. അരവി ഇന്ന് ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സാണ്. ഷീമാട്ടിയിൽ നിന്ന് എടുത്തതാണിത്. ഈ ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ ഇട്ട് നടക്കുമ്പോഴുള്ള എൻ്റെ ഫേവറേറ്റ് വ്യൂ ആണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാരി ഉടുക്കാൻ. ഞാനതിൽ വളരെ കംഫർട്ടബിളാണ്. പക്ഷേ സാരി ഉടുത്ത് എനിക്ക് ഓടാനും ചാടാനും അത്യാവശ്യം ബസ് കയറി പോകാനും ഇത് എല്ലാം കംഫർട്ടബിൾ ആണെങ്കിലും സെറ്റും കൊണ്ട് എന്നെക്കൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാറില്ല. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. സെറ്റും കൊണ്ട് ഉടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരുമാതിരി റോബോട്ട് നടക്കുന്ന പോലെ നടക്കാൻ തുടങ്ങും. പിന്നെ പല വീഡിയോസിലായി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ക്ഷേത്രം അധികം ഇത്തവണ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇന്നലെ തമിഴ് ന്യൂ ഇയറും ഇന്ന് നമ്മുടെയും ആയതുകൊണ്ട് പതിവിലും കൂടുതൽ ആൾക്കാരുണ്ട് അമ്പലത്തിൽ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും വൈകിട്ടാവും വരിക. ഇവിടെ എല്ലാ ദിവസവും തന്നെ ലെമൺ റൈസ്, കേർഡ് റൈസ്, കോക്കനട്ട് റൈസ് തുടങ്ങി എന്തെങ്കിലും ഒരു പ്രസാദം ഉണ്ടാവും. ഇന്ന് കുറച്ച് മധുരമുള്ള ടൈപ്പ് എന്തോ ഒരു പ്രസാദമായിരുന്നേ. പക്ഷെ പായസമല്ല. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് രാവിലെ ഫസ്റ്റ് ഫുഡ് ഇങ്ങനെ കിട്ടുന്ന പ്രസാദമാകുമ്പോൾ അതൊരു രസമല്ലേ. തൊഴുത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ ഗാർഡനിലൊക്കെ കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടുത്തെ മയിലുകളെയും പ്രാവിനെയും ഒക്കെ കുറച്ച് നേരം നോക്കി നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അരവി വളർന്നതൊക്കെ പുറത്തായതുകൊണ്ട് ഇങ്ങനത്തെ വിഷു ആഘോഷങ്ങളും അമ്പലത്തിൽ പോക്കും ഒന്നും അങ്ങനെ മെമ്മറീസ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കുശുമ്പ് കയറ്റും ചുമ്മാ. പക്ഷേ പണ്ട് പുറത്തൊക്കെ വളരുന്ന കുട്ടികളുടെ ഓപ്പർച്യൂണിറ്റീസ് ആലോചിച്ച് വലിയ കാര്യമല്ലേ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം തോന്നുന്നു നാട്ടിൽ തന്നെ ജനിച്ച് വളരാൻ സാധിച്ചതും ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. എനിവേസ് തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ ലോഗിൻ ചെയ്ത് അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക കേട്ടോ. ഇവിടെ ധാരാളം മലയാളീസ് ഉള്ളതുകൊണ്ട് ഇന്ന് ടീംസ് മെസ്സേജും കൂടുതൽ വിഷു വിഷസ് തന്നെയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് എല്ലാം തണുപ്പിച്ചാറ്റി ഫ്രിഡ്ജിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ജോലി തിരക്ക് കാരണം ഉച്ചയ്ക്ക് ഉണ്ണാൻ ടൈം കിട്ടുമോയെന്ന് അറിയില്ല. അങ്ങനെയാണ് മിക്കവാറും ഇന്ന് ഡിന്നറായിരിക്കും വിഷു സദ്യ. ഇത്തരം വിശേഷ ദിവസങ്ങളിൽ മിക്ക വീടുകളിലും രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കില്ലേ. സദ്യയ്ക്ക് ഒരുക്കിയ സാമ്പാർ തണുത്തപ്പോൾ കുറച്ചധികം കുറുകിയോണ്ട് രാവിലെ തന്നെ വെള്ളം ഒഴിച്ചത് ലൂസാക്കേണ്ട അവസ്ഥയായി. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് മാവ് റെഡിയായി കിട്ടാൻ കുറച്ച് പണിയാട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ ബാറ്റർ ഇങ്ങനെ വാങ്ങി പണി എളുപ്പമായി. അരവി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇവിടെ കുക്കിംഗ് എൻ്റെ ഏരിയയും ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് അരവിയുടെ ഏരിയയാണ്. സോ പൊടികളും മറ്റു കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കി സെറ്റാക്കുക കേട്ടോ. ഞങ്ങളുടെ ഇനിഷ്യൽ ഡേയ്സിൽ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അരവി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ബേസിക്കലി ഒരു മടിയനാണ്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടാൽ ഞാൻ ജോലി മാത്രം നോക്കിയ ഒരു പഴഞ്ചൻ കാർന്ന ഒരു പാട്രിയാർക്കൽ ഹസ്ബൻഡാവും. അല്ല, നിനക്കെൻ്റെ ഹെൽപ്പ് വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞ് എന്നെ ട്രെയിൻ ചെയ്തെടുത്തോണമെന്ന്. അന്നത് കേട്ട് ഞാൻ ചിരിച്ചെങ്കിലും പിന്നീടാണ് ആളിത് സീരിയസ് ആയിട്ട് പറഞ്ഞതെന്ന് മനസ്സിലായത്. സോ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് എനിക്ക് മടിയുള്ള അടുക്കിപ്പെറുക്കൽ ആളെ കൊണ്ടുപോയി ചെയ്യിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു ചായ് പേഴ്സൺ ആണെങ്കിലും ഈ ഇടയായിട്ട് കാപ്പി ആട്ടോ പതിവ്. ഈ ക്യാപ്പുച്ചിനോ സാഷേസ് കണ്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങി ഇപ്പോൾ ഇതിൻ്റെ ഫാനായേക്കുക. അരക്കപ്പ് പാലിലേക്ക് ഒരു സാഷേ ക്യാപ്പുച്ചിനോ പൗഡർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ബാക്കി പാലും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ നല്ല തിക്ക് ആൻഡ് ക്രീമി കഫേ സ്റ്റൈൽ ക്യാപ്പുച്ചിനോ റെഡി. സോ ഇവിടെ നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങാ ചട്നി കൂടെ ആക്കിയിട്ടോ. ആകെ മഴക്കാർ പിടിച്ചിരിക്കുന്ന തണുപ്പത്ത് നല്ല ചൂട് സാമ്പാറും തേങ്ങാച്ചമ്മന്തിയും പൂ പോലത്തെ ഇഡ്ഡലിയും എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റു ഫീൽ. നാട്ടിലെ നേരം വെളുത്തപ്പോൾ തന്നെ ഓരോരുത്തരായി വിളി തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കണി വെച്ചതൊക്കെ കാണിച്ച് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പി ആൻഡ് പോസിറ്റീവ്. നാട്ടിലുള്ളപ്പോൾ എപ്പോഴും വിഷുവിന് ഫസ്റ്റ് കോള് വെല്ലിച്ചൻ്റെ ആയിരിക്കും കേട്ടോ. കണി കാണാനുള്ള കൃത്യസമയം തലേന്ന് തന്നെ എല്ലാവരെയും അറിയിക്കുകയും രാവിലെ കണി കണ്ട ഉടനെ എല്ലാവരെയും വിളിച്ച് ആദ്യം വിഷ് ചെയ്യുന്നതും എപ്പോഴും വെല്ലിച്ചൻ തന്നെയാണ്.
ശേഷം വർക്ക് ടൈമിലെ തിരക്കൊക്കെ കഴിഞ്ഞ് സന്ധ്യയോടെയാണ് നമുക്ക് സദ്യ കഴിക്കാൻ ഫ്രീ ആയത്. അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ഞങ്ങളുടേതായ രീതിയിൽ ഒരു സിമ്പിൾ ഹാപ്പി വിഷുദിനം മനസ്സും വയറും നിറച്ചൊരു സദ്യയോടെ ഇവിടെ കഴിയുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണും വരേക്കും. ബൈ.